ചിദംബരത്തിൻ്റെ അടുത്ത് അത് ഞാൻ പറഞ്ഞു മോനേടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അവനോടൊക്കെ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയാം. കാരണം എന്നെ അതാണല്ലോ നിന്റെ ഒരു സ്റ്റൈല്. കൺസിഡർ ചെയ്യാന്നുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് അവരങ്ങനെ ഗണപതിക്ക് അങ്ങനെ തോന്നിയില്ല, അല്ലെങ്കിൽ അവർ സമ്മതിച്ചില്ലെങ്കിൽ എനിക്കിന്നത് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു മൊമെന്റ് അവരെന്നെ ചേച്ചി ചെയ്തോളും. ജയിലിലൊരു സീനുണ്ട്, അതൊരു കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിൽക്കുമ്പോൾ ആ ഒരു ഇരിപ്പൊക്കെ കൂടിയിട്ട് ആ ഒരു ഗാംഭീര്യം, ഈ ഒരു ലെവലില് അതിന് എന്താണ് നമ്മൾ അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പറയുമ്പോഴോ ചെയ്യുമ്പോൾ പോലും, ഞാൻ സീൻ ചെയ്യുമ്പോൾ പോലും ഈ പടത്തിൽ ഇത്രയും ഒരു ഷംനാത്തേക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ആ മോനാണ് ഈ ചിദംബരം എന്ന് എനിക്ക് മനസ്സിലായില്ല. കുറെ കഴിഞ്ഞപ്പോഴും മനസ്സിലായത്. ഞാനിങ്ങനെ ഗണപതി പിന്നെ കുഞ്ഞാലിമരക്കാർ തുടങ്ങി അവനെ അങ്ങോട്ട് ഫോൾ, പിന്നെ ചിദംബരത്തെ ഞാൻ മറന്നേ പോയി ശരിക്കും പറഞ്ഞാൽ. പണ്ട് ചിദംബരം എൻ്റെ മോനാണെന്നൊക്കെ, ആ ചിദംബരമാണ് മഞ്ഞുമൽ ബോയ്സ് ചെയ്തെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എപ്പോഴും അപ്പൊ ഗണപതിയുടെ ചേട്ടനാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അയ്യോ ഈ ചിദംബരമല്ലേ എൻ്റെ മോൻ. അങ്ങനെയാണ് ഞാന് മഞ്ഞുമൽ ബോയ്സ് തുടങ്ങി കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവന്റെ ഇൻസ്റ്റയില് എടാ മോനെ നീ എന്നെ ഓർക്കുന്നുണ്ടോ, നിന്റെ അമ്മയാണ് ഞാൻ അന്നത്തെ, നീ ആയിരുന്നല്ലേ, അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതിലിട്ടു. പിന്നെ അത് കഴിഞ്ഞ് ചാറ്റൊക്കെ അവനും ചെയ്തു. ആ ചേച്ചി ഒത്തിരി സന്തോഷം, എത്രയോ നാളുകൾക്ക് ശേഷമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു മോനെ എന്നാലും എടാ എന്നെ നീ വിളിച്ചില്ലല്ലോ, എത്ര അമ്മമാര് മഞ്ഞുമൽ ബോയ്സിൽ, ഞാനൊരു മഞ്ഞുമക്കാരി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ മഞ്ഞുമ്മയായിട്ട് പോലും നീ എന്നെ വിളിച്ചില്ലല്ലോ മഞ്ഞുമൽ ബോയ്സ് എടുത്തപ്പോൾ. അപ്പൊ അവൻ ചിരിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. ഹായ് ഹലോ നമസ്കാരം. പ്രേക്ഷകർക്ക് എന്നും ഏറെ പ്രിയങ്കരിയായ ബീനാൻഡിനാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ബാലൻ എഫക്റ്റ് ആണല്ലേ ഷംനാത്ത. ഞാനിങ്ങനെ പാറി നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലായിടത്തും, എല്ലാവർക്കും ചോദിക്കാൻ. പക്ഷെ ഇപ്പൊ കേട്ടിട്ട് പ്രേക്ഷകർക്ക് ഇത്തിരി മടുപ്പായി തോന്നി. അങ്ങനെയൊന്നുമില്ല, നമുക്ക് എപ്പോഴും ആ ഒരു ക്യാരക്ടർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ പ്രസ് മീറ്റിന്റെ സമയത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ചേച്ചിയോട് വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ പഴയ ഒരു ബീന ചേച്ചിനെ തിരിച്ചു കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, നമുക്ക് അത്രയും, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആണ്. പണ്ടോട്ടെ ഞാൻ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അതും നല്ല ശക്തമായ ഒരു കഥാപാത്രത്തോട് കൂടിയിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു സന്തോഷത്തെ? നല്ല സന്തോഷം. സത്യം പറഞ്ഞാല് മനസ്സിന് ഈ എല്ലാം എന്താ പറയാ, ഒരു കുറെ കാലഘട്ടം, കുറെ കാലങ്ങൾ കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു വലിയ എന്താ പറയുക നിധി പോലെ എനിക്ക് കൊണ്ടുത്തന്നതാണ് ഗണപതി. ഭയങ്കര സന്തോഷം, മനസ്സ് ഭയങ്കര നിറഞ്ഞു. ഒരു കഥാപാത്രത്തിൽ കിട്ടിയല്ലോ എന്നോട് ചേർത്ത്, എൻ്റെ പേരിനോട് ചേർത്ത് വെക്കാൻ. ഈ കഥാപാത്രം എന്തായാലും എന്നും ആര് കാണുമ്പോഴും എന്നെ മറക്കില്ലല്ലോ. ആ ഒരു കഥാപാത്രത്തെ പറ്റി പറയും എന്തായാലും. ഷംനാത്ത് എന്തായാലും ഒന്നും സംസാരിക്കാതെ, അപ്പൊ ഇത്രയും കാലം ഇത്രയും പടം ചെയ്തിട്ട് ഒരാൾ പോലും ഒരു പടത്തെ പറ്റി പറയാൻ എൻ്റെ അടുത്ത് റിവ്യൂ പറയാൻ എൻ്റെ അടുത്ത് വിളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നണില്ല. പിന്നെ കാണുമ്പോഴൊക്കെ യോധയിലേക്ക് കുറെ പേരൊക്കെ പറയും ഭയങ്കര ഇഷ്ടമായിരുന്നു ലാലേട്ടൻ്റെ സിസ്റ്റർ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ കഥ അങ്ങനെ പറയുന്നല്ലാതെ ഇതിനു വേണ്ടി കണ്ട് പർപ്പസ്ലി വിളിക്കുന്ന ഒരു ഇത് എനിക്ക് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. ആ ഒരു ഷംനാത്ത് എന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായത് എന്താന്ന് പറയുക, ആ ജയിലിലൊരു സീനുണ്ട്, അതൊരു കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിൽക്കുമ്പോൾ ആ ഒരു ഇരിപ്പൊക്കെ കൂടിയിട്ട് ആ ഒരു ഗാംഭീര്യമൊക്കെ, ശരിക്കും ആ ഒരു ക്യാരക്ടർ വന്നപ്പോൾ ആദ്യം എന്താ തോന്നിയത് ശരിക്കും? അങ്ങനെ എനിക്ക് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഗണപതി പറഞ്ഞത്, ചേച്ചി നല്ല പെർഫോം ചെയ്യാനുള്ള ഒരു സംഭവം ചേച്ചിക്ക് ഉണ്ട്, ധൈര്യമായിട്ടിരുന്നു, ഒരു നെഗറ്റീവ് ടച്ച് ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ ഞാൻ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, എന്തെങ്കിലും മതിയിടാ, ഒരു സീനെങ്കിലും ഒന്ന് പെർഫോം. പക്ഷെ ഈ ഒരു ലെവലില് അതിന് എന്താണ് നമ്മൾ അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പറയുമ്പോഴോ ചെയ്യുമ്പോൾ പോലും, ഞാൻ സീൻ ചെയ്യുമ്പോൾ പോലും ഈ പടത്തിൽ ഇത്രയും ഒരു ഷംനാത്തേക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സീരിയലിലൊക്കെ കുറെ ശക്തമായിട്ട് കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വില്ലത്തി കഥാപാത്രം ചെയ്തിട്ടുണ്ട്, അല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഒക്കെ എടുത്തിരുന്നോ ഈ ഒരു ക്യാരക്ടർ? എല്ലാവരും ചോദിക്കുന്ന കേട്ടാ, വല്ല എന്ത് പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ പറയാ വലിയ പ്രിപ്പറേഷൻ ഒന്നും അങ്ങനെ ഒരു ഇതിലൊന്നും അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കഥ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ പിന്നെ അവർ പറഞ്ഞു തരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്ന ഒരു ക്യാരക്ടറെ പറ്റി. അത് പിന്നെ നമ്മൾ പറയുമ്പോൾ ഏറ്റക്കുറിച്ചിലുള്ള അവർ തന്നെയാണ് നമ്മളെ, അത് അത്രയും വേണ്ട, അല്ലെ ഇത് ഇത്രയും കൂടി ചേച്ചി ഇമോഷൻ കൂട്ടിക്കോ, അങ്ങനെയൊക്കെ അവരുടെ സജഷൻ, ഡയറക്ടറുടെ ഒരു പെർസ്പെക്റ്റീവ് അല്ലേ. പിന്നെ അവർ പറഞ്ഞു തരുന്നു, നമ്മളത് ചെയ്യുന്നു. അല്ലാണ്ട് ഇതിനു വേണ്ടിയിട്ട് ഷംനാത്തകളെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് പഠിക്കാനൊന്നും അങ്ങനെയൊന്നും
ഒന്നുമില്ല. ഒരു മനസ്സിൽ പക്ഷെ എനിക്ക് ആകെ ഒരു ലുക്കിൽ ഞാൻ വിചാരിച്ചിരുന്നത് ഒരു സാരിയെ കൊടുത്ത് വലിയ പൊട്ട് ചുവന്ന പൊട്ട എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കോസ്റ്റ്യൂം അളവെടുക്കാൻ വന്നപ്പോ ചുരിദാറാന്ന് പറഞ്ഞു. ചുരിദാറാണോ? ഓക്കെ, അവരങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പൊ അങ്ങനെ അതിൽ പോലും വേറെ ഡിഫറെന്റ് ലുക്കായിരുന്നു ഷംനാത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇവര് ജയിലിലെ സീൻ എനിക്ക് അറിയില്ലായിരുന്നു, അങ്ങനെ സീൻ വൈസ് ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ജയിലിൽ ഇങ്ങനത്തെ ഒരു ജയിൽ ഡ്രസ്സാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ ദേ ചുരിദാറാണ്, ഷോളൊക്കെ നല്ല ഞെറിഞ്ഞല്ല ഇതൊക്കെ അങ്ങനെയാണ് എനിക്ക് തന്നെ. എന്റെ കയ്യിൽ എപ്പോഴും ഒരു ഫോണ്, ഒരു ബാഗ്, അങ്ങനെ അവരുടെ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു അത് അവന്റെ മനസ്സിനുള്ള ഷംനാത്ത് അതായിരിക്കാം. നല്ല സുന്ദരിയായിട്ട് അല്ലെ, ശരിക്കും നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു സിനിമയിൽ. കുറെ പേര് ഞാൻ പറഞ്ഞു എനിക്ക് അത്ര ഭംഗിയൊക്കെ തോന്നി, എനിക്കറിയില്ല. ആ റെഡ് ഡ്രസ്സിൽ കുറച്ച് നല്ലൊരു രസം ഉണ്ടായിരുന്നു തോന്നുന്നു. അല്ല ശരിക്കും, പക്ഷെ നമുക്ക് കാണുമ്പോണ്ടല്ലോ ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ നമ്മൾ മിനി സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് സിനിമയിൽ വന്നപ്പോഴേ കുറച്ച് മുൻപ് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്രയും ശക്തമായ കഥാപാത്രം ചെയ്തപ്പോഴേ ഇപ്പൊ സീരിയലിൽ നിന്ന് വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അതാ ഞാൻ ഉദ്ദേശിച്ചു വന്നത്. അതെ, നല്ല അത് ശരിക്കും മനസ്സ് നിറഞ്ഞ് തന്നെ നിൽക്കിടുക. അതെല്ലാവരുടെയും ഡ്രീം അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഏതൊരു ആക്ടറുടെയും ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് ബിഗ് സ്ക്രീനിൽ ഒരു നല്ല കഥാപാത്രം കിട്ടുക, അത് നന്നായിട്ട് ഓടുക, നന്നായിട്ട് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുക, അതാണ് മെയിൻ. അപ്പൊ അതിലൊന്ന് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് സന്തോഷം തരുന്ന കാര്യം, മനസ്സ് നിറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ സിനിമയിൽ ആ ഒരു ക്യാരക്ടർ കണ്ടപ്പോ, തിയേറ്ററിൽ കണ്ടപ്പോ ഒരു മൊമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ പല ഇന്റർവ്യൂലും പറഞ്ഞു ആദ്യം കണ്ടപ്പോ ഒരു ടെൻഷൻ, ഒന്നും മനസ്സിലായില്ല. ഫസ്റ്റ് റിവ്യൂ ഷോയിൽ എനിക്ക് ഒരു സാധനം മനസ്സിലായി, തേങ്ങയും എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനന്ന് വെറുതെ ബ്ലാങ്ക് ആയിട്ട് എന്നെ എവിടേക്ക് പക്ഷെ രണ്ടാമത്തെ ദിവസം ശരിക്കുള്ള ഫസ്റ്റ് ഡേയിലാണ് ഞാൻ ശരിക്കും മനുവും കൊച്ചൊക്കെ ഇട്ടിരുന്ന് ഞാൻ കണ്ടത് തന്നെ. അപ്പൊ എനിക്ക് മുഴുവൻ കാരണം ഇവർക്ക് ഒരു ധാരണയില്ല എന്റെ ക്യാരക്ടറെ പറ്റി. എന്റെ മോനോ എന്റെ ഹസ്ബൻഡിനോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഈ ഷംനാത്തയാണെന്നോ, പേര് പറഞ്ഞു, പക്ഷെ അതിന്റെ അവരുടെ സ്വഭാവം എന്താണെന്നോ ഇതാണ് സീനെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ കണ്ണന് പറഞ്ഞു വേണ്ട അമ്മ ഒന്നും പറയണ്ട, എനിക്ക് കഥ ഞാൻ അങ്ങനെ അവനെ ഇഷ്ടമല്ലോ ഒരു കഥാപാത്രം കൊണ്ട് പറയണതോ കഥയുടെ ഒരു ഇത് പറയണ ഒന്നും. ശങ്കുരുവിന് ഭയങ്കര ഇതാണ്, അവന് കഥ അങ്ങനെ കാണണം. മനു പിന്നെ എന്തൊക്കെയോ ചോദിച്ചത്, ഞാൻ നെഗറ്റീവാണ്, ഞാൻ കൂടുതലൊന്നും പറയാൻ പോയില്ല, അവൻ അന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ. അപ്പോൾ അവർ ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും എക്സ്പ്രഷനും എന്നെ കാണിച്ചപ്പോൾ ഇവരെന്തെങ്ങനെയാണ് നോക്കുന്നതൊക്കെ അവരെന്നെ ഒന്നും മൈൻഡൊന്നും ചെയ്യാതെ വളരെ കീനായിട്ട് വായിച്ച് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് മോൻ പറയുമായിരുന്നു, അമ്മയെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ലൈഫില് ഫസ്റ്റ് ടൈമാണ് ബിഗ് സ്ക്രീനിൽ എന്നെ മോൻ കാണുന്നത്. അവന്റെ ഡ്രീമായിരുന്നു അന്ന് വന്നത്. അപ്പൊ അവൻ പറയണു ഞാനിങ്ങനെ ഭയങ്കര, അവൻ പിന്നെയും പോയി കൊണ്ടുവന്നിട്ട് അവൻ പറഞ്ഞ ഞാനൊരു മോന്റെ ഒരു റിവ്യൂ ഉണ്ടായിരുന്നു പറയുന്നത്. അത് കണ്ടപ്പോ തന്നെ ഉണ്ടല്ലോ അവൻ ആ കണ്ടിട്ട് അമ്മയുടെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ഒരു സന്തോഷം ഓരോ വാക്കിലും മനസ്സിലാവും. എല്ലാരും പറഞ്ഞു അവന്റെ അത് കാണുമ്പോ ഭയങ്കര ഫീൽ ചെയ്തിട്ടാണ് അവനത് പറഞ്ഞിരിക്കുന്നത്. ഞാനും ആലോചിച്ചു ഓവന് ഇത്രയും മനസ്സിൽ പറഞ്ഞ അവൻ ഭയങ്കര ഒരു ഇതായിരുന്നത്. ഞാൻ കണ്ടും കൂടില്ല, ഞങ്ങള് ഫിലിം കഴിഞ്ഞിട്ട് വണ്ടി ഞങ്ങളുടെ ഇവനാ കാറിൽ തന്നെ ഇരുന്നിട്ടാണ് അവനാ റിവ്യൂ എടുത്തിട്ടത്. അപ്പൊ തന്നെ ഭയങ്കര സന്തോഷം. അല്ല നമുക്കും അത് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇപ്പൊ പ്രസ് മീറ്റിലായാലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ഒരു സന്തോഷ കണ്ണീര് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സത്യം പറഞ്ഞ പെട്ടെന്ന് ഇപ്പൊ ഇമോഷണലായി പോകുന്നുണ്ട്. എനിക്കറിയില്ല എന്തിങ്ങനെയൊക്കെ പറയുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് വല്ലാതെ എനിക്ക്, കാരണം മനസ്സ് അത്രയും നിറഞ്ഞിരിക്കുന്നതാണ്, സന്തോഷം കൊണ്ടാണ് തോന്നുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോ വല്ലാതെ ഫീലിംഗ് വരുന്നു എനിക്ക് ഭയങ്കര. ഞാൻ അന്ന് ആ ഒരു കാര്യം പറഞ്ഞപ്പോഴും എനിക്കൊരു ഹഗ് തന്നിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോഴേ ആ കണ്ണ സന്തോഷ കണ്ണീരാണ്, അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ചിദംബരത്തിന്റെ അടുത്ത് അത് ഞാൻ പറഞ്ഞു മോനേടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അവനോടൊക്കെ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയാം. എന്നെ കൺസിഡർ ചെയ്യാന്നുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് അവരങ്ങനെ ഗണപതിക്ക് അങ്ങനെ തോന്നിയില്ല, അല്ലെങ്കിൽ അവർ സമ്മതിച്ചില്ലെങ്കിൽ എനിക്കിന്നത് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു മൊമെന്റ് അവരെന്നെ ചേച്ചി ചെയ്തോളും, ആ ഒരു ധൈര്യം, അവർക്കുള്ള കോൺഫിഡൻസ് എന്നെ ഇടാനുള്ള. പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ സീരിയലുകാരെയൊന്നും അങ്ങനെ അധികം ആൾക്കാർ സിനിമയിൽ ഇടാറില്ലല്ലോ അങ്ങനെ. എന്നെ പോലെയുള്ള ഇത്രയും എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ടി വിയിൽ ഇത് വന്നിരിക്കണം ഞാനാണ്. അപ്പൊ എന്നെയൊക്കെ അതൊരു വലിയൊരു സങ്കടമായിരുന്നു. ഞാൻ അങ്ങനെ അതുകൊണ്ടാണ്. പക്ഷെ റിഗ്രറ്റ് ചെയ്യുന്നില്ല ഞാൻ ഒരിക്കലും. ഞാൻ ടി വിയിൽ ഞാൻ ഏറ്റവും അഭിമാനത്തോടെ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷത്തോടെ പറയും, ഞാൻ ഇത്രയും നാളും ടി വിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് എന്താണോ ഈ ഒരു പൊസിഷനിൽ എൻ്റെ കുടുംബം എനിക്ക് നോക്കാൻ പറ്റിയതും ഞാൻ ഇന്ന് എന്തായിരിക്കുന്നതോ അതെല്ലാം എനിക്ക് ടി വി എന്നുള്ള. അത് എത്രയോ കാലങ്ങൾ തൊട്ട് തുടങ്ങിയുള്ള ഒരു യാത്രയാണ്. അത് ഈ കുടുംബ പ്രേക്ഷകർക്ക് എപ്പോഴും സീരിയൽ എപ്പോഴും ഒരു ഇഷ്ടം തന്നെ, അത് മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ നമ്മൾ ചേർത്ത് നിർത്തും ശരിക്കും ടി വിക്കാരെ. ടി വിയിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ അവരുടെ ഏറ്റവും
അർഹതപ്പെട്ടവരായിട്ട് അങ്ങനെ ചേർക്കുന്നു. അല്ല എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ പല ഇന്റർവ്യൂവിലും ചോദിച്ച ഒരു ചോദ്യം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലും, പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഇപ്പൊ പറഞ്ഞല്ലോ സീരിയലിലെ ആളുകൾക്ക് ചാൻസ് കുറയുന്നുള്ള കാര്യം പല ഇന്റർവ്യൂവിലും ചോദിക്കുന്നുണ്ടായിരുന്നു പലരും. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം ഈ ഡേറ്റിന്റെ ഇഷ്യൂസ് കാരണമാണ്. ഇപ്പൊ സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടേം ആയിരിക്കുമല്ലോ, ഒരു വർഷമായിരിക്കുമല്ലോ, അതായിരിക്കും ചിലപ്പോ എനിക്ക് തോന്നുന്നു അതും ഉണ്ട്. കാരണം പലരും ഡേറ്റ് ക്ലാഷസും അതും ഇതൊക്കെ ഇങ്ങനെ വിളിച്ച് ചിലപ്പോ വിളിച്ചു നോർത്തു. അപ്പൊ വിളിക്കുമ്പോ ചിലപ്പോ അവർക്ക് എപ്പിസോഡിന്റെ പ്രശ്നം കൊണ്ട് അവർക്ക് വരാൻ പറ്റാത്തത്, അങ്ങനെയൊക്കെ കുറെ തലവേദനകൾ സിനിമാക്കാർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോ ഒരു വിളിക്കാത്തത്. ഇപ്പൊ പല ഇന്റർവ്യൂലും പറയുന്ന എല്ലാവരും ചിന്തിക്കുന്നത് ഓവർ ആക്ടിങ്ങിന്റെ കാര്യങ്ങൾ ഇതൊക്കെയാ പറയുന്നത്. പക്ഷെ എനിക്ക് പേഴ്സൺ തോന്നിയ കാര്യം അതായിരിക്കണം. ചിലപ്പോ അതായിരിക്കാം. പക്ഷെ വിളിക്കുന്നില്ലെന്ന് വെച്ചാൽ എന്തോ ആശ ശരത്ത് ടി.വി എന്നല്ലേ വന്നത് പണ്ട്. ശ്രീവിദ്യാമ്മ എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം വന്നവര് എല്ലാവരും, കെ.ആർ. വിജയമ്മ, സുകുമാരിയും എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരൊന്നും ഇങ്ങനെ വന്നതല്ലല്ലോ. പക്ഷെ നമ്മളിവിടെ കുറെ നാൾ നിന്നിട്ട് പിന്നെ അങ്ങോട്ട് വിളിക്കുമ്പോ അവർക്കൊക്കെ പിന്നെ ഒരു ഓൾറെഡി അവര് എന്താണ് സിനിമാ താരങ്ങൾ എന്നുള്ളൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട് ഓൾറെഡി. അപ്പൊ എനിക്ക് അത്രയും പടങ്ങൾ അന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്ത് സിനിമയിൽ ഒരു ഇടം ഞാൻ നേടിയിട്ടില്ല ശരിക്കും പറഞ്ഞാല്. സിനിമാക്കാരിയാണെന്ന് വെച്ചാൽ സിനിമയുണ്ട്, ടി.വി ഉണ്ട്, രണ്ടും ഉള്ളവരാണ്. പക്ഷെ ഇതുപോലൊരു എക്സിസ്റ്റൻസ് ഞാൻ അവിടെ അന്ന് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അത് കാരണം എനിക്ക് ഒരു ഡൗട്ട് വന്നു, ഇനി ഞാൻ അങ്ങനെ ടി.വിയില് കൂടുതൽ നിൽക്കുന്നതുകൊണ്ടാണോ എന്നെ വിളിക്കുന്നതൊക്കെ ഡൗട്ട്. പക്ഷെ അതിലൊന്നും ഒരു കഥയിലെന്നുള്ളതാണ് സത്യം. തലവരാന്ന് പറഞ്ഞൊരു ടൈം ഭയങ്കര സംഭവമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു ടൈം ഉണ്ട്. ആ കറക്റ്റ് ടൈമിലേ എല്ലാം നടക്കൂ, റൈറ്റ് ടൈം. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ ഒരു വിളി എന്നെ ഞാൻ എന്റെ റൈറ്റ് ടൈം ആയിട്ട് എടുക്കും. കാരണം എത്രയും നാളും സീരിയലിൽ നല്ല എന്റെ മനസ്സ് നിറഞ്ഞ എല്ലാ തരം കഥാപാത്രങ്ങളും ചെയ്തു. ഇനിയിപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ വേറെ കമ്മിറ്റ് പോലും ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും ഞാൻ സീരിയലിൽ കമ്മിറ്റഡ് ആയിട്ടേ ഇരിക്കുള്ളൂ. ഒരെണ്ണം കഴിഞ്ഞ മുന്നേ തന്നെ വേറൊരെണ്ണം ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ഇപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവം എല്ലാം ആ ഒരു രീതിയിൽ ഒരുക്കി തന്നതായിരിക്കാം എനിക്ക്. കാരണം മൗനരാഗം തീർന്നു, ഇത്രയും എപ്പിസോഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേറെ ഒരുപാട് നെഗറ്റീവ് വന്നു. ഇപ്പൊ ഞാനിപ്പോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീരിയലിൽ നെഗറ്റീവ് കുറെ ഇങ്ങനെ വർഷങ്ങളോളം ചെയ്യുമ്പോഴേ നമുക്കൊരു മടുപ്പ് വരും. സിനിമ എന്ന് പറഞ്ഞാൽ 4 ദിവസം കൊണ്ട് ഷംനാത്ത കഴിഞ്ഞു, നമ്മൾ എൻജോയ് ചെയ്ത് അത് ചെയ്തു കഴിഞ്ഞു. ഇനി വരുന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വേറൊരു ഷെയ്ഡിലാണ് വരുന്നത്. ഇതങ്ങനെയല്ലേ? ഈ 6 വർഷവും ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ എല്ലാ മാസവും വരുമ്പോണ്ടല്ലോ ഒരു ഇത് വരും, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് അല്ലാണ്ട് എനിക്ക് നെഗറ്റീവിനോടല്ല. സീരിയലിൽ ഇനി ഞാനിപ്പോ ഈ ചെയ്യേയില്ല ഇനി ഒരു കുറെ കാലത്തേക്ക് നെഗറ്റീവ് അത്രയും ഞാൻ ചെയ്തു അടുപ്പിച്ച് ഇങ്ങനെ വന്നപ്പോഴേ. അപ്പൊ അത് സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഓക്കെ ഏത് ക്യാരക്ടർ ആണെങ്കിലും കുഴപ്പമില്ല, ആ ഒരു നിശ്ചിത ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ അതാണ് ഒരു വ്യത്യാസമുള്ളൂ. അല്ല പക്ഷെ പണ്ടും നല്ല ക്യാരക്ടർ ചെയ്തിട്ടുള്ള സീരിയൽ എത്രയോ ചെയ്തിട്ടുള്ളതാണ്. നായികയായിരുന്നു 15 വർഷം. അതില് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, എന്താ മിസ് മേരി, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എടുത്തു നോക്കുമ്പോ ആ ഒരു ക്യാരക്ടർ, അത് ശരിക്കും ആ ഒരു ക്യാരക്ടറിനെ ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. ആ ഒരു സമയത്തുള്ള കഥകളും കഥാപാത്രങ്ങളൊക്കെ എന്ത് നൈർമല്യമുള്ള കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാ ആ തോറ്റങ്ങള്. പിന്നെ എനിക്ക് അവാർഡ് കിട്ടിയെല്ലാം തപസ്യ, പട്ടോലപ്പൊന്ന്, ഇതെല്ലാം ഉണ്ടല്ലോ. അയ്യോ എന്തൊരു എന്താ പറയാ സ്വീറ്റ് ആയിട്ടല്ലേ കൊതിയാവണം അതൊക്കെ. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് അത്രയ്ക്ക് നല്ല എന്ത് രസമുള്ള ആ ക്യാരക്ടറൊക്കെ, എന്തൊരു നല്ല ക്യാരക്ടർ കാണുമ്പോ തന്നെ എന്ത് രസമാണത്. ഞാനും കിച്ചും ഒക്കെ ഇട്ടൊക്കെ ആ ഓർമ്മകളൊക്കെ ഞാൻ ഓർക്കണം. എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് സാറിനോടൊക്കെ. സാറൊക്കെ എന്നെ അത് 10 കഥകളുള്ള ഒരു സംഭവമാണ്. അതിലൊരു കഥയിൽ ഞാനാണ്, എനിക്കാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. ബാക്കിയെല്ലാം വിദ്യാമ്മ, പിന്നെ ലളിതാമ്മ, അങ്ങനെയൊക്കെ ഓരോരുത്തരും ശാന്തശ്രീയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. അങ്ങനെ വലിയ വലിയ ഗ്രേറ്റ് ആർട്ടിസ്റ്റുകളാണ് ബാക്കിയെല്ലാം. ഞാൻ മാത്രമുള്ളൂ അതിനകത്ത് ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ റോൾ ചെയ്യുന്നു. പക്ഷെ അതിന് എനിക്ക് അവാർഡും കിട്ടി. വലിയ കാര്യമല്ലേ, എന്തൊരു അനുഗ്രഹമാണത്. അപ്പൊ സാറിനോടൊക്കെ എന്നും തീർത്താത്ത കടപ്പാടാണ് തമ്പി സാറിനോട്, ശ്രീമാരൻ തമ്പി സാറ്, അതുപോലെ ബന്ധുക്കൾ, ശത്രുക്കൾ. എനിക്ക് നല്ല കഥാപാത്രം തന്നിരിക്കുന്നു സാറൊക്കെ. എപ്പോഴും എന്നും ഞാൻ ഇങ്ങനെ നന്ദിയോടെ എപ്പോഴും ഓർക്കുന്ന പേരുകളാണ്. അല്ല ബീന ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിലേ നമുക്ക് ആ ഒരു കാലഘട്ടത്തിലും ജോലി ചെയ്യാൻ പറ്റും. എത്രയോ ലെജൻസിന്റെ കൂടെ ഇപ്പോഴും സസ്റ്റെയിൻ ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയല്ലേ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കട്ടെ. അതെല്ലാവരും പറയാറുണ്ട്. പറഞ്ഞ എന്റെ പഴയ കാലത്തിലുള്ള ആൾക്കാരെ നോക്കുമ്പോൾ വളരെ കുറച്ച് വിരലിലുണ്ടാവുന്നവർ ആരൊക്കെയാന്ന് പോലും എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതൊരു വലിയ, കാരണം ഇപ്പോഴും എനിക്ക് കഥാപാത്രങ്ങൾ കിട്ടുക, അതിനു വേണ്ടിയിട്ട് എനിക്ക് എന്നെ വിളിക്കാന്ന് പറഞ്ഞ വലിയ കാര്യമല്ലേ.
എന്തുമാത്രം ആർട്ടിസ്റ്റ് കഴിവുള്ളവരൊക്കെ തന്നെ ക്യാരക്ടർ കിട്ടാതെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 35 വർഷവും എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് എപ്പോഴും കൈ നിറയെ കഥാപാത്രങ്ങൾ എപ്പോഴും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴും ഈ യോധ അല്ലെങ്കിൽ ഗോഡ് ഫാദർ അങ്ങനെ പല സിനിമകൾ പറയുമ്പോൾ വളയം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഞാൻ കണ്ടിട്ടുള്ള ഒരു സിനിമ. അതിൽ മുരളിച്ചേട്ടനുണ്ട്, മനോജ് ചേട്ടനുണ്ട്. പാർവതി ഒരു വലിയൊരു ഇതാണ് ആ ഒരു സിനിമ. അതൊക്കെ ഭയങ്കര നന്നായിട്ട് ഓടിയ പടമാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്? എനിക്ക് തോന്നുന്നു അധികം കുറച്ച് ഒരു വന്ന സമയം സമയത്ത് ഞാൻ ഭയങ്കര ബിസി സിനിമയില് എന്നുവെച്ചാ യോദ്ധയും വളയും ഒരേ സമയം, ഒരേ ടൈം, ഡേറ്റ് എന്തോ ആരുടെയും. അവരൊക്കെ മറ്റേതിൽ യോധയിൽ ആരൊക്കെയാ? ലാലേട്ടൻ, ജഗതിച്ചേട്ടൻ, സുമാരിയമ്മ, എന്താ എന്റെ ഉർവശി ചേച്ചി, മധുബാല, അങ്ങനെ ഭയങ്കര കാസ്റ്റിങ്. മറ്റേ ഒടുവിൽ ഉണ്ണിച്ചേട്ടൻ, അങ്ങനെ ഇത്രയും വലിയ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് ഞാൻ അവിടെ. ഇപ്പുറത്ത് ഇവരൊക്കെ മനോജ് കെ ജയൻ, മറ്റേ മുരളിച്ചേട്ടൻ, അങ്ങനെ സിബി സാറ്, ലോയ് സാറ്, അങ്ങനെ ഈ രണ്ടിലും ഞാനുണ്ട്. രണ്ടിലും കമ്മിറ്റായി. ഒരാളുടെ ഏതോ ഡേറ്റ് ക്ലാഷ് ആയിട്ട് വന്നു. അത് ലൊക്കേഷൻ എന്റെ ഭാഗ്യം എന്ന് വിചാരിക്കുക, രണ്ടും പാലക്കാടായിരുന്നു. അപ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളയത്തിന്റെ ലൊക്കേഷനിൽ രാവിലെ തുടങ്ങി അവിടെയാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ. യോധയിൽ ഞാൻ ഒരു ദിവസം പോലും ഞാൻ താമസിക്കുകയോ അവിടെ എനിക്ക് ഒന്നുമില്ല. ഇവിടെ ഞാൻ രാവിലെ ഷൂട്ട് നടക്കും, അതിന്റെ ഇടയിൽ നിന്ന് വണ്ടി വന്ന് കിടക്കുന്നുണ്ടാവും. ഞങ്ങള് ഇവിടത്തെ കഴിഞ്ഞ് വേഗം റെഡി ആയിട്ട് അങ്ങോട്ട് പോകും. ആ സോങ് ഷൂട്ട്സ് ഒക്കെ 4 നൈറ്റ് ആണ് ഞാൻ. പിന്നെ ബാക്കിയൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവര് തമ്മില് ഭയങ്കര ഫൈറ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കൺട്രോളർമാര് സെവനാർട്സ് മോഹനേട്ടനും ഷൺമുഖണ്ണനും കൂടെ ഭയങ്കര അടിയൊക്കെ ആയി. എന്ന് വെച്ചാൽ ഇവർക്ക് രണ്ടുപേർക്കും എന്റെ കോമ്പിനേഷൻ വേണമല്ലോ. അപ്പോ ഭയങ്കര പ്രശ്നമായി. അതൊക്കെ മാഗസീനിലൊക്കെ എഴുതിയൊക്കെ വന്നു. അങ്ങനെയൊക്കെ അത്ര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ബിസി സമയമായിരുന്നു ആ ടൈമൊക്കെ. അല്ല ഇപ്പൊ അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്ന് തോന്നുന്നു. എനിക്കിത് പണ്ടൊക്കെ ഇപ്പൊ പണ്ട് നസീർ സാറിന്റെ സമയത്തൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഷീലാമ്മ ഇവിടെ അനിയത്തിയായിട്ട് അഭിനയിക്കും അങ്ങനെ. അത് പറയുന്ന പോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ സമയത്തൊക്കെ അത് എങ്ങനെയാണ്? അത് പക്ഷെ കൊറേ ഇപ്പൊ പറഞ്ഞ പോലെയാണ് കേട്ടോ. ഒരുപാട് പടങ്ങൾ ചെയ്തു, അനിയത്തി വേഷങ്ങൾ എന്തുമാത്രം. എല്ലാവരുടെ അനിയത്തിയായിട്ട് അഭിനയിച്ചു. പിന്നെ കൂടെ മമ്മൂക്കയുടെ കൂടെ ആണെങ്കിൽ ഫസ്റ്റ് തുടങ്ങുന്ന തന്നെ മമ്മൂക്കയുടെ കൂടെ. പിന്നത്തെ ഒരു മഹാനഗരത്തില് അശോകന്റെ നായിക, അതൊക്കെ ഇതുണ്ട് 10-20 ദിവസം കണ്ട് ഷൂട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ത്രൂ ഔട്ട് വേഷമാണല്ലോ എൻ്റെ അകത്ത്. അന്നൊക്കെ കണ്ടിന്യൂസ് ഇങ്ങനെ കിട്ടി. കാരണം ഒരെണ്ണം കഴിയുമ്പത്തിന് അടുത്തതിന് നമ്മൾ വിളിച്ചു കഴിഞ്ഞു. കാരണം ഒരാളൊരു ആർട്ടിസ്റ്റ് എൻ്റർ ആവുന്നു പറയുമ്പോ അന്നൊക്കെ ഈ അനിയത്തിമാര് അന്നൊക്കെ, ഇപ്പൊ അനിയത്തിയും ഇല്ല, ചേച്ചിയും ഇല്ല, അമ്മായിയും ഇല്ല, ആന്റി ഇല്ല, ആരും ഇല്ല. ഇപ്പോഴത്തെ വേറൊരു ടൈപ്പ് മൂവികളായി. അന്നങ്ങനെയല്ല, ഒരു ഫാമിലി ഡെഫിനിറ്റ്, ഒരു ഫാമിലി ഉറപ്പായിട്ടുണ്ടാവും. നായകൻ, അനിയത്തി ഉണ്ടാവും, ചേച്ചി ഉണ്ടാവും, അമ്മ, അച്ഛൻ, ചേട്ടനുണ്ട്. അങ്ങനത്തെ ഒരു ഫാമിലി. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. പക്ഷെ പഴയ പടങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ ഇപ്പൊ അങ്ങനെ ഫാമിലി കുറവല്ലേ. അപ്പൊ അതുകൊണ്ട് കഥാപാത്രങ്ങളും ഇല്ല. ഞാൻ ആലോചിക്കായിരുന്നു, ഈശ്വര ഇനി പഴയ കാലവും തിരിച്ചു വന്ന് എനിക്കൊക്കെ വല്ല ചേച്ചിയോ ചേട്ടത്തിയോ അമ്മയോ ഒക്കെ കിട്ടിയ ഞാൻ എന്ത് വേഷവും ചെയ്യും. എനിക്കിപ്പോ അമ്മയായിട്ട് അഭിനയിക്കാൻ പറഞ്ഞാലും ഞാൻ അഭിനയിക്കാം, ആരുടെ അമ്മയായിട്ട് അഭിനയിക്കാം, വയസ്സായിട്ട് അഭിനയിക്കാം, എന്തിനും എനിക്ക് ഏത് വേഷം ചെയ്യാൻ. ഞാൻ നല്ല അത്യാവശ്യം മെച്ചൂർഡ് ആയിട്ടുള്ള ഒരാളല്ലേ, ഞാനൊരു ചെറിയ കുട്ടിയല്ലല്ലോ. അപ്പൊ ഏത് ക്യാരക്ടർ ചെയ്യാനും എനിക്ക് മനസ്സിൽ സന്തോഷമാണ്. അല്ല അതൊരു ആർട്ടിസ്റ്റിന് വേണ്ട ഒരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പറ്റും. പലരും പറയും ഒതുങ്ങി പോകുന്നു, എങ്ങനെ പോകുന്നു എന്നൊക്കെ പറയും. 18 വയസ്സിൽ നരയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. 18 വയസ്സിൽ ഞാൻ MR ഗോപകുമാറിന്റെ കൂടെ ഞാൻ നരയിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്കതൊന്നൊരു അതൊന്നും എന്നെ ബാധിച്ചു. അന്നും ഇന്നും എന്നും എനിക്ക് കഥാപാത്രമാണ്. ഞാൻ അതിലത്ത് എന്റെ ഇമേജ് ഞാൻ അങ്ങനെ നോക്കാറില്ല ഒരിക്കലും. അല്ല അന്നത്തെ സീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ടത്തെ കുറെ സീരിയൽ, പരനാഴിക നേരം, അങ്ങനെ പല പല സീരിയലുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ശരിക്കും ഒരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ സീരിയലുകൾ. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് ബീന ചേച്ചി നോക്കി കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ അത്രയും സീരിയൽ ചെയ്ത ഒരാളാണല്ലോ ആ സമയത്തും. മാറ്റം നല്ലതാണോ എന്ന് ചോദിച്ചാൽ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാല് ഒരു ക്യാരക്ടറിന്റെ ഡെപ്തും അതിലകത്ത് ഇൻവോൾവ്മെന്റും അല്ലെങ്കിൽ അങ്ങനത്തെ വേഷങ്ങൾ കിട്ടിയതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് ആ ഒരു ഇതൊക്കെ കുറച്ച് നഷ്ടപ്പെട്ടു. എന്താ പറയാ, അതിനെന്താ പറയാ, ഒരു ലൈഫ് കുറെ പോയി. ഇപ്പൊ കുറേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്താണ് നമ്മുടെ മറ്റേ ഹിന്ദിയിൽ നിന്നും തെലുങ്കിൽ നിന്നും അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു ഇത് ഇങ്ങോട്ടേക്ക് ചാനൽസിലേക്ക് വന്നപ്പോൾ അതിന്റെ റീമേക്കും കാര്യങ്ങളും അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊരു ഇൻഡസ്ട്രി ആണല്ലോ, ഒരു ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പുണ്ടല്ലോ. അപ്പോൾ ഈ റേറ്റിങ്ങും കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അവിടെ ഹിറ്റായി ഒരു സംഭവം. ഭയങ്കര 500 കോടി സ്വത്തുള്ള ഫാമിലിയുടെ ഒരു കഥ. അപ്പൊ അതിങ്ങോട്ട് വരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവരും ആടയും ആഭരണങ്ങളൊക്കെ ഇട്ട് എന്ന് വെച്ചാൽ കഥാപാത്രം എന്ന് വെച്ചാൽ നമ്മുടെ അന്നത്തെ പോലെ ഒരു നൈർമല്യമുള്ള അല്ലെങ്കിൽ ഒരു ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. അല്ലെ, നമ്മളിപ്പോ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയുമല്ലോ, വീട്ടിലിരിക്കുമ്പോ എന്തിനാണ് ഇത്രയും ആഭരണങ്ങൾ പട്ടുസാരി എടുത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യുക, പട്ടുസാരി എടുത്ത് കിടന്ന് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് കിടന്ന് ഉറങ്ങുക. അല്ല, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇതുപോലെ എങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്? അങ്ങനെയൊക്കെ ഇതുപോലെ ചെയ്യുമ്പോ എന്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ട്? വിഷമമുണ്ട്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇൻഡസ്ട്രി നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഒപ്പം പോയാൽ പറ്റും. ഇതൊരു ഒരുപാട് പേരുടെ സർവൈവലാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി. ചെറിയ ഇൻഡസ്ട്രിയാണ്, കിട്ടുന്ന എമൗണ്ട് വളരെ. അപ്പൊ അതിന്റെ ഉടലൊക്കെ ഒരു ഓട്ടമാണ് ശരിക്കും പറഞ്ഞു. ഇപ്പോൾ ഒരു എപ്പിസോഡ് ഇത്ര എടുക്കണം, ഒരു ദിവസം ഇത്ര എപ്പിസോഡ് എടുത്തേ പറ്റൂ, പ്രൊഡ്യൂസർക്കും കാശ് കിട്ടണം, മനസ്സിലായില്ലേ? നമ്മുടെ ചെലവുകൾ കൂടി, വീടുകളുടെ റെന്റ് കൂടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാകുമ്പോൾ അവർക്കത് ഇത് പോകണ്ടേ, ബാലൻസ് ചെയ്ത് പോകണ്ടേ. അപ്പൊ നമ്മള് ഒന്നും നോക്കാൻ സമയമില്ല, ഒരൊറ്റ ഓട്ടം ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും, ആരൊക്കെ എന്തൊക്കെയോ പറയും. പക്ഷെ ഞാനൊക്കെ കുറെ ഇതൊക്കെ കുറച്ചെങ്കിലൊക്കെ എങ്ങനെ എനിക്ക് സീൻ വായിക്കണം, അല്ലാതെ ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെ അഡമന്റ് ആയിട്ട് നിൽക്കും. എനിക്ക് സീൻ നോക്കാതെ ഒന്നും ഞാൻ ചെയ്യാറില്ല. അങ്ങനെ ഞങ്ങളെ പോലെയുള്ള കുറെ ആർട്ടിസ്റ്റുകളൊക്കെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ, വായിച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ. പിന്നെ കുറെയെങ്കിലൊക്കെ നമ്മളൊരു എന്താ പറയാ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഞങ്ങള് കുറെയൊക്കെ നമ്മൾ തർക്കിക്കൊക്കെ ചെയ്യും. അത് അയ്യോ സാറ് ഒട്ടും അതിൻ്റെ അകത്ത് ഒരു ഇത് തോന്നണല്ലോ സാർ, അങ്ങനെ പറയിക്കല്ലേ, അതിൽ ഡയലോഗിലെങ്കിലും മാറ്റുന്നൊക്കെ പറഞ്ഞ് കുറെയൊക്കെ ചോദിക്കും. പക്ഷെ കുറെയൊക്കെ നമുക്ക് ഒന്നും കൈകടത്താൻ പറ്റില്ല, അതിനൊപ്പം പോയേ പറ്റും. പിന്നൊരു കാര്യമുണ്ട് മോളെ, എനിക്ക് ഇതൊരു രസത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, ഇതെന്റെ ഒരു പ്രൊഫഷനാണ്, ജീവിത മാർഗമാണ്. ഞാൻ ചെയ്തേ പറ്റൂ. നീ എന്തൊക്കെ അവര് പറഞ്ഞാലും അയ്യോ എനിക്ക് അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഞാനില്ലാന്ന് പറഞ്ഞ് വീട്ടിൽ കോടിക്കണക്കിന് സ്വത്തുണ്ടായിരിക്കണം, ബാങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ചെടുക്കുക, എപ്പോഴെങ്കിലും ഇഷ്ടത്തിന് ഒരു കഥാപാത്രം ചെയ്യുക, അങ്ങനത്തെ അല്ല. എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്താലേ എന്റെ കുടുംബം എനിക്ക് നോക്കിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ വലിയ കുടുംബ പാരമ്പര്യ സ്വത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരുപാട് ഡ്യൂട്ടീസ് ഉള്ള ആളായിരുന്നു ഞാൻ, ഒത്തിരി ലയബിലിറ്റീസ് ഉള്ളവരായിരുന്നു. അപ്പൊ എനിക്കതൊക്കെ തീർത്ത് പിന്നെ എന്റെ ജീവിതം തുടങ്ങിയപ്പോൾ എനിക്ക് കഷ്ടപ്പെട്ടേ പറ്റൂ, ജോലി എടുത്തേ പറ്റൂ, അതൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് എന്റെ. അല്ല, ഇപ്പൊ പ്രൊഫഷൻ അല്ലെങ്കിൽ പലരുടെയും ഉപജീവന മാർഗം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, സിനിമയിൽ വരാത്തതിന്റെ ഒരു കാരണം ഇതുമായിരിക്കാം. അതായത് ഇപ്പൊ സീരിയലാവുമ്പോ ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഇതുണ്ടാവും. സിനിമ എന്ന് പറഞ്ഞ ഒരു സിനിമ കഴിഞ്ഞിട്ട് എത്രയോ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ഒരു അതങ്ങനെയും ഉണ്ടായിരിക്കാറില്ല. അല്ല, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതായിരുന്നില്ല. എനിക്ക് കഥാപാത്രങ്ങൾ അപ്പൊ കിട്ടാത്തോണ്ട് ഇങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് നല്ല നായിക കഥാപാത്രങ്ങൾ ഇവിടെ കിട്ടി. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് നാച്ചുറലി, കാരണം അവിടെ എന്തായാലും അനിയത്തിയും കൂട്ടുകാരിയും ഒക്കെ ഉള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോ എനിക്ക് ആദ്യം തന്നെ വിളിക്കുന്ന നായികയാണ്. പിന്നെ എല്ലാം നല്ല നല്ല കഥാപാത്രങ്ങള്, സ്ത്രീ ഓറിയന്റഡ് ആയിട്ടുള്ള നല്ല നല്ല ശക്ത കഥാപാത്രങ്ങള് എന്നെ കൺസിഡർ ചെയ്യുന്നു. പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ട് പോകണം? അപ്പൊ പിന്നെ ഞാൻ അതിനെ കുറിച്ച് പിന്നെ ചിന്തിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതെ, പക്ഷെ എന്നാലും ഇത്രയും നല്ലൊരു ഇപ്പൊ ഒരു വരുന്ന സമയത്ത് ഇത്രയും നല്ലൊരു സിനിമയുടെ പാട്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഒരു ചെറിയൊരു കഥാപാത്രം ചെയ്താൽ വരെ അവരുടെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് ഉണ്ട് ശരിക്കും. ചിദംബരം അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒരു ചിദംബരത്തിന്റെ? എന്റെ ആ മോനാണ് ഈ ചിദംബരം എന്ന് എനിക്ക് മനസ്സിലായില്ല, കുറെ കഴിഞ്ഞപ്പോഴും മനസ്സിലായത്. ഞാനിങ്ങനെ ഗണപതി പിന്നെ കുഞ്ഞാലിമരക്കാർ തുടങ്ങി അവനെ അങ്ങോട്ട് ഫോളോ. പിന്നെ ചിദംബരത്തെ ഞാൻ മറന്നേ പോയി ശരിക്കും പറഞ്ഞാൽ. പണ്ട് ചിദംബരം എന്റെ മോനാണെന്നൊക്കെ, ആ ചിദംബരമാണ് മഞ്ഞുമൽ ബോയ്സ് ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എപ്പോഴും അപ്പൊ ഗണപതിയുടെ ചേട്ടനാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അയ്യോ ഈ ചിദംബരമല്ലേ എന്റെ മോൻ. അങ്ങനെയാണ് ഞാന് മഞ്ഞുമൽ ബോയ്സ് തുടങ്ങി കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവന്റെ ഇൻസ്റ്റയില് എടാ മോനെ നീ എന്നെ ഓർക്കുന്നുണ്ടോ, നിന്റെ അമ്മയാണ് ഞാന് അന്നത്തെ, നീ ആയിരുന്നല്ലേ, അയ്യോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഞാന് ഇതിലിട്ടു. പിന്നെ അത് കഴിഞ്ഞ് ചാറ്റൊക്കെ അവനും ചെയ്തു. ആ ചേച്ചി ഒത്തിരി സന്തോഷം, എത്രയോ നാളുകൾക്ക് ശേഷമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ എന്നാലോടാ എന്നെ നീ വിളിച്ചില്ലല്ലോ, എത്ര അമ്മമാര് മഞ്ഞുമൽ ബോയ്സിൽ, ഞാനൊരു മഞ്ഞുമക്കാരി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ മഞ്ഞുമ്മയായിട്ട് പോലും നീ എന്നെ വിളിച്ചില്ലല്ലോ മഞ്ഞുമൽ ബോയ്സ് എടുത്തപ്പോ. അപ്പൊ അവൻ ചിരിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. പക്ഷെ പിന്നീട് കുറെ കഴിഞ്ഞപ്പോഴാണ് ഗണപതിയുടെ ഒരു അല്ല ഇപ്പൊ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സ്റ്റാർ കാസ്റ്റ് ഉള്ള ഒരു സിനിമകൾ എന്നുള്ള ഒരു ഇത് ഉണ്ടായിരുന്നു. ഒരു സിനിമയിൽ ഒരു സ്റ്റാർ കാസ്റ്റ് ഉണ്ടെങ്കിലായിരിക്കും സിനിമ വിജയിക്കാന്നുള്ളത്. ഇപ്പൊ അങ്ങനെ അല്ല. ഈ സിനിമ എടുത്ത് നോക്കുമ്പോ എല്ലാം പുതുമുഖ താരങ്ങളാണ്. അതെന്താ ഹിറ്റായിരുന്നു. അല്ല ആരാണ് നമുക്ക് സ്റ്റാർ എന്ന് പറയാം? പുതിയ കുട്ടികളല്ലേ, എന്താ പടം. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ കാലത്തില് നമുക്കൊരു സ്റ്റാർസ് വേണം എന്നുള്ള നിർബന്ധം ഒട്ടുമില്ല, തീരെയില്ല. സ്ക്രിപ്റ്റും നല്ല അവരുടെ മേക്കിങ്ങിന്റെ ഒരു ഇതും അല്ലെ, അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞ അവരൊരു
ഇതായിട്ട് കാണുന്നത്. അതാണ് ശരിക്കും സിനിമയുടെ ഒരു മാറ്റം വന്നു എന്നുള്ളത് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. ക്രാഫ്റ്റിന് പ്രാധാന്യം കൊടുത്തു, ഭയങ്കര പ്രാധാന്യം കൊടുത്തു. അതിങ്ങനെ അവിടെയാണ് ഇപ്പോ സിനിമയുടെ എല്ലാം ഇരിക്കുന്നത്. ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താണ് മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ പുതുമുഖ പിള്ളേർക്കൊക്കെ, പുതുമുഖമായിട്ട് വരുന്നവർക്കൊക്കെ എന്തുമാത്രം ചാൻസ് കൊടുക്കുന്നു. കാരണം അവരൊക്കെ വേറെ ലെവലിലാണ് ചിന്തിക്കുന്നത്. എടുക്കുന്ന പടങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ കുട്ടികളൊക്കെ എന്ത് മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഉണ്ട്, നമ്മൾ ഞെട്ടിപ്പോയില്ല. ഇങ്ങനെ ഒരു പടമൊക്കെ മലയാളത്തിൽ വരുമോ, എന്താണ് അവരുടെയൊക്കെ തോട്ട്, അവരെങ്ങനെ അത് എടുത്തു വെച്ചിരിക്കുന്നു എന്നൊക്കെ ഞെട്ടിപ്പോവും. അതെ, അതിലിപ്പോ ഈ ഷംനത്ത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, സിനിമയിലെ മെയിൻ കാസ്റ്റിനെക്കാളും കൂടുതൽ കൂടെ അഭിനയിച്ചവരൊക്കെ ഭയങ്കര ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതാ ഇപ്പൊ ടോവിയുടെ കാര്യം തന്നെ ആലോചിച്ച്, സ്റ്റാറുടെ മുതലല്ല, അവൻ ഒരിക്കലും ഒരു സ്റ്റാർ ആയിട്ടാണോ അതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. ടോവിനോയ്ക്കൊക്കെ എന്ത് നല്ലൊരു വെറൈറ്റി വേഷമാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അല്ല, ജീനെ നമ്മൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഒത്തിരി അസേർട്ട് ജീൻ ചെയ്തിരിക്കണു. ഭയങ്കര എനിക്ക് അതിശയം തോന്നി. അല്ലെ ഭയങ്കര ഒരു വോയിസും ഫിഗറും എല്ലാം കൊണ്ടും ഭയങ്കര ഗംഭീരമായിട്ട് ജീൻ ചെയ്തിരിക്കണം. അപ്പൊ അതാ പറഞ്ഞത്, എല്ലാവരും ഞെട്ടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ എല്ലാ ഡയറക്ടേഴ്സും പറഞ്ഞല്ലോ, പ്രിയൻ സാറാണെങ്കിലും സത്യനന്ദിക്കാടാണെങ്കിലും എല്ലാവരും പറഞ്ഞ ഒരു വാക്കെന്ന് വെച്ചാൽ, അതിലുള്ള ഒരു കഥാപാത്രങ്ങളും ഇനി വേറൊരാള് ചെയ്താൽ നന്നാവില്ല എന്ന് തോന്നിക്കുന്ന വിധമാണ് എല്ലാവരും എന്ന് പറഞ്ഞു. അതൊരു വലിയൊരു എന്താ പറയാ, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു, കാരണം അതിന് ഞാനും പെട്ടുമല്ലോ. ആ കഥാപാത്രം ഇനി വേറെ ആര് ചെയ്താലും നന്നാവില്ല എന്നാണ് അവർക്കൊക്കെ തോന്നിയെന്ന് പറഞ്ഞു. അവരെ തന്നെ ചെയ്യണം. അതൊരു വലിയൊരു സംഭവമല്ലേ. അത് മുൻപും പറഞ്ഞിട്ടുണ്ട് കായംകുളം കൊച്ചുണ്ടെങ്കിൽ, ഞാൻ 2-3 ഇന്റർവ്യൂല് കണ്ടായിരുന്നു. അതായത് നമ്മളല്ലാതെ വേറെ ആള് ചെയ്താവില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സി വേണുഗോപാല് സാറ് പറഞ്ഞിരുന്നു, എനിക്ക് പഠിച്ചിപ്പാത്തവര് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല, ഇതിനല്ലാതെ അത് ചെയ്യാൻ പറ്റുന്നത്. അതൊക്കെ എന്താ പറയാ, ഞാൻ ദൈവത്തിന് നന്ദി പറയണം. കാരണം അങ്ങനെ ഒന്നും പറയാനും പറ്റിയ വലിയ ആളൊന്നുമല്ല ഞാൻ വെറും ഒരു ചെറിയൊരു ആർട്ടിസ്റ്റ്. എനിക്കൊരു എന്താ പറയുക, അങ്ങനത്തെ വലിയ പാരമ്പര്യമോ അഭിനയിച്ചോ ഒന്നുമില്ല. ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഒരു ഇതിൽ അങ്ങോട്ട് ഒഴുക്കിലിങ്ങനെ വന്ന് പെട്ടു. എനിക്ക് അങ്ങനെ പിന്നെ ഇത്രയും വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഇങ്ങനെ ചെയ്ത് എനിക്ക് അവാർഡ്സുകൾ ഇഷ്ടം പോലെ കിട്ടി. അങ്ങനെ എന്താ മമ്മൂക്ക പറഞ്ഞ പോലെ തേച്ചു മിനിക്ക് നമ്മളിങ്ങനെ വരികയാണ് കുറച്ച് ചെയ്ത്. ഇപ്പോഴും ഞാൻ പറയണു, ഇതുമാത്രം നാം പഠിക്കാൻ കിടക്കണം. ഇനി എന്തോരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഇത് കിട്ടുന്നത്. പക്ഷെ കിട്ടിയതെല്ലാം ഞാൻ പറയും ഭയങ്കര ദൈവാനുഗ്രഹമുള്ള ആളാണ് ഞാൻ. കാരണം എനിക്ക് അതിനുള്ള ഒന്നുമില്ല, ഒരു അർഹതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് തന്നതെല്ലാം, ഒരുപാട് വിഷമിക്കുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെയൊക്കെ എവിടെയോ ഇരട്ടിയിൽ തന്നെ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അതിന് കൂടെ സപ്പോർട്ട് ചെയ്യാൻ മനോജേട്ടനായാലും മോഹനായാലും അതായിരുന്നു വേണ്ടത്. ഫാമിലി ഏറ്റവും വലിയ, എന്റെ ഫാമിലി, മനുവിന്റെ ഫാമിലിയും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിച്ച് ചെല്ലുന്ന ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട് വേണം, ഇല്ലെങ്കിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. അതും ഇങ്ങനെ ഒരു മീഡിയ, പിന്നെ അത് മാത്രമോ, ഞാൻ ക്രിസ്ത്യനും ഹിന്ദുവും വല്ല ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയില് എന്നെ പൊന്നുപോലെയാണ് അവർ കൊണ്ടു നടക്കുന്നത്. എന്റെ ഫാമിലി മൊത്തം എല്ലാവർക്കും ഞാൻ എന്ന് പറഞ്ഞ ജീവനാണ് എൻ്റെ അടുത്ത്. മനുവിന്റെ അടുത്ത് പോലും അത്രയും അവരൊന്നും റെഗുലർ ആയിട്ട്, പക്ഷെ എൻ്റെ അടുത്ത് എല്ലാ കസിൻസും, മനുവിന്റെ ഫാമിലിയിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത് എൻ്റെ അടുത്താണ്. അപ്പൊ അതൊക്കെ വലിയ ഭാഗ്യമല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാനൊരു നല്ലൊരു കുടുംബിനിയായിട്ട് ചെയ്യാൻ പറ്റുക, നല്ലൊരു ഫാമിലിയിലേക്ക് ഒരു മരുമകളായിട്ട് ചെന്ന് കയറാം, എന്തൊരു അനുഗ്രഹങ്ങളാണ് അതൊക്കെ. അല്ല, ഇപ്പൊ പറഞ്ഞ ക്വാളിറ്റി ഉള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ബാക്കിയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അവര് നല്ലതാണെന്ന് പറയാന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പൊ സിവിൽ നിമയിൽ അഭിനയിച്ച പുതുമുഖങ്ങളായാലും അവരുടെ അഭിനയം നല്ലതാണെന്ന് പറയാൻ ഇച്ചിരി മനസ്സും കൂടി ഉണ്ട്. ഞാൻ ഇപ്പൊ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായിട്ടോ. അപ്പൊ എന്റെ മോനും പറഞ്ഞു, അമ്മ അത് ഇപ്പൊ മനസ്സിലാക്കിയില്ലേ? ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ കൂടുതൽ സിനിമകൾ കണ്ട് എനിക്ക് പിന്നെ ഞാൻ വിചാരിക്കണം ഞാൻ ആരാ ഇങ്ങനെയൊക്കെ പറയാം. ഞാൻ വെറും ഈ ചെറിയ സിനിമയിലൊന്നും ഞാൻ ആരും കണ്ടാലും നല്ല സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കലേ ഉള്ളൂ. ഞാൻ നന്നായിട്ടുണ്ട് കേട്ടാ, അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ പടം അഭിനയിച്ചപ്പോൾ എന്നെ ഓരോരുത്തരും വിളിച്ച് പറയുമ്പോൾ, വലിയ വലിയ ആർട്ടിസ്റ്റുകളും വലിയ ഡയറക്ടേഴ്സും ഒക്കെ എന്നെ ഇൻസ്റ്റയിലും മൊബൈലിലും ഒക്കെ ആയിട്ട് വിളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷം. അപ്പം അത് എല്ലാവർക്കും അത് ഭയങ്കര ഒരു ഇത്. നമ്മൾക്കൊരു കഥാപാത്രം ചെയ്യുമ്പോൾ അതിനെ വിളിച്ച് നന്നായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഒരു 2 വാക്ക് നമുക്ക് വേണ്ടി എഴുതുമ്പോൾ അത് വലിയ കാര്യമാണത്. പക്ഷെ ഞാൻ എൻ്റെ ബാക്കി എല്ലായിടത്തും എൻ്റെ ഇൻഡസ്ട്രി ടി-വിയിലൊക്കെ ഇല്ലേ, ഞാൻ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ അവിടുത്തെ സീനിയർ ആളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ ഞാൻ ഇപ്പൊ ആരെങ്കിലും കുട്ടികളൊക്കെ ഇപ്പൊ മറ്റേ ന്യൂ കമേഴ്സ് ഉണ്ടല്ലോ, പുതിയ പിള്ളേര്, അവരെയൊക്കെ കാണുമ്പോൾ അവരൊക്കെ ഓടി ഒരുമിച്ച് ഞാൻ പറയാം, മോള് നല്ല ആട്ടോ അഭിനയം നിന്റെ. ഈ അടുത്ത കാലത്ത് വൈഷ്ണവില്ലേ, സായിയുടെ മോള്, സായി ചേട്ടന്റെ മോള്,
അവള് വന്നപ്പോൾ ഏഷ്യാനെറ്റ് അവാർഡിൽ വന്ന് എൻ്റെ അടുത്ത് വന്നിങ്ങനെ, ചേച്ചി എൻ്റെ പേര് വൈഷ്ണവി. ഞാൻ പറഞ്ഞു, ആ നീയാണോ വൈഷ്ണവി? ആ സായിക്ക് പറയാൻ പറഞ്ഞു, എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു, ഒന്ന് പോടി അവളെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിന്റെ അഭിനയം, നീ നന്നായിട്ട് ചെയ്യണു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ അതെ, മച്ച്. ഒരു ആളുകളോട് പെരുമാറുന്നതും കൂടി ഉണ്ട്. അത് അതില് എന്താ പറയാ, നല്ലൊരു ക്വാളിറ്റി കൂടിയാണ്. അതിലെനിക്ക് എപ്പോഴും ഒരു 100 മാർക്ക് എല്ലാവരും തരാറുണ്ട്. ഒരിക്കലും ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ തലക്കനം കയറാത്ത ഒരാൾക്ക് അതിലെന്തോ തലക്കനം കയറാൻ എന്തോ ഉള്ളത് ഒന്നുമില്ല. ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞ ഒരു ആക്ട്രസ് ആണല്ലോ ഞാൻ. ഓഫ് കോഴ്സ് ഞാൻ ഒരു ഇത്രയും വർഷം നിന്നൊരു സീനിയർ ഒരു ആക്ട്രസ് എന്ന നിലയിൽ എനിക്ക് ഒരിക്കലും അവരുടെ മുന്നിലോ ഞാൻ ഭയങ്കര ആളാണ് കേട്ടോ എന്നും പറഞ്ഞ് ഇരിക്കാനോ പറയാനോ എനിക്ക് തോന്നാറില്ല. തോന്നിയിട്ടില്ല. അതെന്റെ ജീനുകളിൽ നിന്ന് കിട്ടിയായിരിക്കും, എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും. എനിക്ക് അങ്ങനെ ഒരിക്കലും ഒരു ഇത് കിട്ടിയ അന്ന് ഇനി ഞാൻ നായിക്കളയാ അങ്ങനെ എനിക്ക് ഒരിക്കലും ഫീൽ ചെയ്തില്ല. പിന്നെ ഏത് ഇതിലെ കുട്ടികളെ കണ്ടാലും ഞാൻ അവരെല്ലാം ചേർത്ത് പിടിക്കും. ലൊക്കേഷനിലാണെങ്കിലും ആദ്യം അവരെല്ലാം എൻ്റെ റൂമിലായിരിക്കും. എല്ലാം കൂടെ വന്ന് ഞങ്ങളിപ്പോ ലീഷർ ടൈം എല്ലാം കൂടെ ഒരുമിച്ച് എൻ്റെ റൂമിലായിരിക്കും എല്ലാം കൂടെ വന്ന് ചേരുക, കൂടുക, തമാശ പറയുക. അപ്പൊ എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ഞാൻ. അതും ഇത്രയും കാലം കഴിഞ്ഞിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറണം തന്നെയാ പറയേണ്ടത്. അതായത് ഇപ്പൊ മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഴഞ്ചനായി പോവും, നമ്മൾ പുതിയ മമ്മൂക്ക് ഇപ്പൊ പിള്ളേരെ പോലെ ദുൽഖറിനെക്കാട്ടിലും സ്മാർട്ടായിട്ട് മമ്മൂക്ക് നടക്കുള്ളൂ എപ്പോഴും. അതെ, കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ജെൻസിയാന്ന് അതെ സത്യം. ഞാനത് ഫോളോ ചെയ്യുന്ന ആളാട്ടോ. എനിക്കങ്ങനെ ഇങ്ങനെ പഴമയിട്ട് ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഇത്ര പ്രായമുണ്ട്, എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്രയും ഞാൻ വയസ്സുള്ള ആളാണ് എന്നും വിചാരിച്ച് ഞാൻ അയ്യോ ഞാൻ അമ്മൂമ്മ എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കാറൊന്നും എനിക്ക് ഇഷ്ടമല്ല. തള്ള വൈബിലൊന്നുമല്ല. ഞാനിങ്ങനെ എപ്പോഴും ചില്ലായിട്ട് എപ്പോഴും ഭയങ്കര എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. അല്ലാണ്ട് ഇങ്ങനെ ഭയങ്കര പഴയ ഞാനതുപോലെ എനിക്ക് ഡ്രസ്സിങ്ങും ആണെങ്കിലും ഞാൻ എപ്പോഴും എനിക്ക് പുതിയ നല്ല ഡ്രസ്സുകളൊക്കെ ഇടാനും അങ്ങനത്തെയൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയൊക്കെ നല്ല ഇതൊക്കെ പരീക്ഷിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ക്ലോത്തിങ് ബ്രാൻഡ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നു നമ്മൾ റീൽസിലും പണിയില്ലാത്തോണ്ട് ചെയ്താണ് മോള്. കാരണം വരുമാനം, കാരണം ഞാൻ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഒരു വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. എന്താണ് കോവിഡിന് ശേഷമൊക്കെ ഭയങ്കര സീരിയൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം തന്നെ 10-15 സീൻ ചെയ്യണം. എനിക്ക് പിന്നെ വയ്യാണ്ടായി എനിക്ക്. കാരണം നിന്ന് പുറം കഴിക്കും, കാലുവേനിക്കും. രാവിലെ തുടങ്ങി നമ്മൾ ചെന്നാൽ നമ്മുടെ മാത്രം ഇപ്പൊ ഞാൻ ചെല്ലണ ദിവസം എന്ന് പറഞ്ഞാൽ എന്നെ മാത്രം കുടിച്ചാൽ ബാക്കി എല്ലാവരും റെസ്റ്റ് ആയിരിക്കും, എന്നെ മാത്രം കൂടി ചാട്ട് ചെയ്യും. കാരണം അങ്ങനെയാണ് സീരിയൽ. അങ്ങനെയല്ല, നമ്മൾ ചിലപ്പോ ഇത്തിരി കാശ് ചിലപ്പോ അവരെക്കാളും കൂടുതൽ വാങ്ങിക്കുന്നവരാവാം. അപ്പൊ നമ്മുടെ ഡേറ്റ്സ് ഇപ്പൊ ഡെയിലി വേജസ് വന്നപ്പോ എങ്ങനെയെങ്കിലും 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ ബീരാനീനെ തീർത്ത് വിടണം. ഇതാണ് ഇവരുടെ ടാർഗറ്റ്. അത്ര ദിവസം കൊണ്ട് ഒരു 60 സീൻ അങ്ങ് എഴുതിക്കും, അല്ലെങ്കിൽ 50. ഇതാണേ. അപ്പൊന്ന് വെച്ചാ നമ്മളെ തന്നെ അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യും. നമ്മൾ ഡ്രസ് ചേഞ്ച് എടുത്ത് വയ്യാണ്ടായി പോകും. ഭയങ്കര. അപ്പൊ അത് അവരുടെ ഇതുകൊണ്ടാണ്, ഞാനത് കുറ്റം പറയുന്നതല്ല. അങ്ങനെ എടുത്തേ അവർക്ക് പറ്റുള്ളൂ. അവർക്ക് ഇതെല്ലാം കൂടി മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി വയ്യാണ്ടാവും. പിന്നെ 1-2 സീരിയലൊന്നും ഞാൻ എടുക്കില്ല. ഒരു സീരിയൽ അഭിനയിക്കുക, ബാക്കി സമയം എനിക്ക് വീട്ടിൽ റെസ്റ്റ് കിട്ടാം. അപ്പോഴും നമുക്ക് വരുമാനത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഒരു ദിവസം 2 ദിവസം 3 ദിവസം വർക്ക് ചെയ്ത് എന്ത് മലയാളമാണ്, എന്ത് കിട്ടാനാ നമുക്ക്? അല്ലെങ്കിൽ എന്തോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ്യൂം, മേക്കപ്പ്, ഇതെല്ലാം നമ്മുടെ കാശിൽ നിന്ന് വേണം എടുക്കാനായിട്ട്. അതോടൊപ്പം എൻ്റെ അസിസ്റ്റന്റ്, എനിക്ക് എപ്പോഴും അസിസ്റ്റന്റ് ഉണ്ട്, അതിന്റെ ബാറ്റ കൊടുക്കണം. അതൊന്നും കമ്പനിയല്ല, നമ്മളാ കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് എന്ത് നമ്മൾ സേവ് ചെയ്യാൻ. അപ്പൊ പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം വന്നതോടുകൂടിയാണ് ഞാൻ രക്ഷപ്പെട്ടത്. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം വന്നതോടുകൂടി കുറെ കൊളാബും അതും ഇതൊക്കെ കിട്ടി. അങ്ങനെ കുറെ പ്രൊമോഷനൊക്കെ കിട്ടി. അതിൽ നിന്ന് കുറച്ച് എമൗണ്ടുകളൊക്കെ, പിന്നെ ഉദ്ഘാടനങ്ങളും ഫംഗ്ഷൻ, ഇതിൽ നിന്നാണ് പിന്നെ നമ്മളൊന്ന് രക്ഷപ്പെട്ടു പോണത് ശരിക്കും പറഞ്ഞാൽ. അതെ, ശരിയാ. അത് കുറെ ഗുണം ചെയ്തിട്ടുണ്ട് ശരിക്കും, ഒരുപാട്. ഞാനിപ്പോ ജീവിച്ചു പോണത് ശരിക്കും പറഞ്ഞ കൊളാബ്. എന്നോട് അറിയാം ആദ്യം കൊളാബ് വന്നു എല്ലാം. ഞാനിപ്പോ സത്യം പറഞ്ഞ എൻ്റെ ഒരു ഉപജീവന മാർഗം എന്ന് പറഞ്ഞ ഇൻസ്റ്റയാണ്. എന്നെ ക്യാഷായിട്ടും ഡ്രസ്സും ഓർണമെന്റ്സ് എല്ലാം എനിക്ക് ഇതിൽ നിന്നാണ്, ഇൻസ്റ്റയിലാണ്. അത് തന്നെ, അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് നമ്മളെ പ്രത്യേകിച്ച് നമുക്കതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഞാൻ കുറെ ഫ്രീ കിട്ടിയപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഒരു ചെറിയ ഇതുപോലെ എന്തെങ്കിലും, എല്ലാവരും തുടങ്ങുന്നുണ്ടല്ലോ, ചെറുതായിട്ടും ചെയ്ത് നോക്കി. ഒരു 1.5 വർഷം ഇപ്പൊ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ ഞാൻ ഗ്യാപ്പ് കുറെ ആയിട്ട് ഇപ്പൊ കുറച്ച് തിരക്കും കാര്യങ്ങളും വന്നുകൊണ്ട് നമ്മൾ ഫുൾ ടൈം അവിടെ വേണേ. കാരണം എനിക്ക് സ്റ്റിച്ചിങ് യൂണിറ്റ് ഒന്നുമില്ല, ഞാൻ ഹോൾസെയിൽ നിന്ന് എടുക്കണു. ഞാനത് ചെറിയൊരു എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അത് ചെയ്യുന്നുണ്ട്. അതുപോലെ കിട്ടുമ്പോ എടുക്കണു, ചെയ്യണു, അത്രേ ഉള്ളൂ. കാരണം അതിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ നമ്മള് ഫുൾ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മള്. അതിനുള്ള എനിക്കൊന്നും ആയിട്ടില്ല. പിന്നെ എന്തൊക്കെ പണിയുണ്ട്, പാഴ്സൽ ചെയ്യുക, അതിന്റെ പിന്നാലെ നടക്കുക. ഞാൻ
ഒറ്റയാൾ പോരാട്ടം എന്ന് പറഞ്ഞാൽ ആരും പറഞ്ഞ വിശ്വസിച്ചില്ല. ഈ ഇതെടുക്കുന്നതും അവരായിട്ട് സംസാരിക്കുന്നതും ഇത് പാക്ക് ചെയ്യുന്നതും ഇത് അഡ്രസ്സ് എഴുതുന്നതും അവരായിട്ടുള്ള ചാറ്റ് ഇതെല്ലാം ഞാൻ അതിന്റെ കൂടെ വീട്ടില് രാവിലെ തുടങ്ങി വൈകുന്നേരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി രാത്രി വരെയുള്ള പണി വയ്യാണ്ടായി. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും നമ്മളിതൊക്കെ ചെയ്താലേ നമുക്കിടെ കാര്യങ്ങൾക്കൊക്കെ മോൻ പഠിക്കണു, അവന്റെ സ്റ്റഡീസും, അവനിപ്പം BA ആനിമേഷൻ, അപ്പൊ അവിടെ നല്ല ഫീസും കാര്യങ്ങളൊക്കെ നല്ല കട്ട ഫീസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഈ പറഞ്ഞാൽ മതി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് നമ്മൾ സ്ത്രീകൾ എന്നുള്ളത്. ഞാൻ ആലോചിക്കും എന്റെയൊക്കെ ഒന്ന് കഷ്ടപ്പാടൊക്കെ തീർന്ന് ഞാൻ ഇനി എന്താണെന്ന് റെസ്റ്റ്. പക്ഷെ അങ്ങനെ റെസ്റ്റ് എടുക്കാതിരിക്കണ നല്ലത്, നമ്മളങ്ങോട്ട് ഒരു ഇതായി പോകും. പിന്നെ ഞാൻ വിചാരിക്കും ഓടുന്ന അത്ര എങ്ങനെ ഓടിപ്പോട്ടെ അല്ല. ഇപ്പൊ ഈ സീരിയൽ പറഞ്ഞപ്പോഴേ സീരിയൽ ഈ പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് പ്രോംപ്റ്റ് ചെയ്തിട്ട് പറയുന്നത് പോലെ. സിനിമയിൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ സിംഗ് സൗണ്ടിന്റെ കാലഘട്ടം കൂടുതലും. അപ്പൊ അത് എത്രത്തോളം ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. അത് ചാലഞ്ചിങ് ആയിരുന്നു, പേടിച്ചു വിടുന്നു ഞാൻ. എന്നുവെച്ചാൽ ആങ്സൈറ്റി വന്നു. ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സിംഗ് സൗണ്ട് ആണേ. മറ്റേന്ന് പറഞ്ഞാൽ കേൾക്കുക എന്റെ രീതിയിൽ ഞാൻ അത് ഇത് ചെയ്യും, അങ്ങനെയുള്ളൂ. എനിക്കത് ജസ്റ്റ് കേട്ടാ മതി. എനിക്ക് എന്റെ രീതിയിൽ അതങ്ങനെ എനിക്ക് പറയാനുള്ള ഒരു ഇത് എനിക്കുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ മൊത്തം. അപ്പൊ ഞാൻ ചെന്നപ്പോ അതിന്റെ കൂടെ ചേച്ചി നമുക്ക് ഫുൾ ഒറ്റയടിക്ക് പോവാന്ന്. അയ്യോ സീൻ മൊത്തം ഞാനിങ്ങനെ അന്താ വിട്ട് ഒറ്റയടിക്കോ അസോസിയേറ്റ് പറഞ്ഞ ഒറ്റയടിക്കും. ചേച്ചിക്ക് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് ധൈര്യം സംഭരിച്ച് ഇങ്ങനെ ഉണ്ടാവാന്നങ്ങോട്ട് വിളിച്ചിട്ട് പഠിച്ച് പിന്നെ കുറെ റിഹേഴ്സൽ വന്നു. അതില് നമ്മള് റിഹേഴ്സൽ ഒന്ന് രണ്ട് ടേക്കൊക്കെ ആയപ്പോ തന്നെ ഞാൻ ഓക്കെ. അതിൽ ഓരോ സീനിലും ഒരു സൈക്കോ ഒക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. അതായത് അതിലൊക്കെ മുട്ടുന്ന സമയത്ത് ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് ആർക്ക് ചിരി വരെയായിരുന്നു. അത് കഴിയുമ്പോ വേറൊരു ആദ്യം മോളെ നിന്നെ സുന്ദരി നീ എവിടെയായിരുന്നു ഷംന തന്നെ പറയുമ്പോ പിന്നെ മാറുന്നു. സ്നേഹത്തോടെയൊക്കെ അവളെ വിളിച്ചിട്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വേറെ പല 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 ഇതിൽ കൂടി അങ്ങനെ ശബ്ദത്തെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്ക്രിപ്റ്റിൽ അങ്ങനെയാണ്. ആ ഡയലോഗ്സ് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമോ. അപ്പൊ നമുക്കറിയാം ഇത് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അത്. അപ്പൊ ആ എഴുത്തിന്റെ കൂടെ ഗുണമാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഈ ക്യാരക്ടർ വേണ്ടി ഷംനത്തേക്ക് വേണ്ടിട്ട് എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറഞ്ഞിരുന്നോ ചിദംബരം? പിന്നെ ചിദംബരം എനിക്ക് ഇത് ഞങ്ങൾ വെട്ടിക്കണ്ടിച്ചു കൊണ്ട് മറ്റേതിൽ വന്നില്ലേ, അത് ഞങ്ങൾക്ക് അപ്പ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവ ചോദിക്കണ്ടല്ലോ, വെട്ടിക്കണ്ടിച്ച് കുഴിച്ച് മൂടിയാ അതിന്റെ ഒരു സ്റ്റൈല്. അത് പറയാനായിട്ട് അവൻ പറയും ഗണപതി ഇവരും കൂടി ഇങ്ങനെ അങ്ങനെ പറഞ്ഞു നോക്കി ചേച്ചി, അതൊന്ന് പറഞ്ഞു നോക്കി. ആ വെട്ടിക്കണ്ടിച്ച് അത് അപ്പിട്ടതാണ്, അത് സ്ക്രിപ്റ്റിലില്ല. വെട്ടിക്കണ്ടി എന്താ വെച്ചാൽ ഇവിടെ അങ്ങനെ ചോദിച്ചു നോക്കി. കൊള്ളാം അവർക്ക് ഇഷ്ടമായി അത്. അത് പറഞ്ഞു ചോദിച്ചു, അത് പറഞ്ഞു. ഞാൻ അവിടെ തുടങ്ങി ഇവിടം വരെ ഒറ്റ അടിക്കാൻ കൂടെ ഒറ്റ പോക്കായിരുന്നു കൂടെ. അയ്യോ, എന്നിട്ട് പിന്നെ കട്ട് ചെയ്തിട്ടാണ് പിന്നെ വെറുതെ ഒന്നും കൂടി അത് ആ ഒരു സജഷനിൽ എടുത്തത്. ഒറ്റ അടിക്ക് അവിടെ തുടങ്ങി ഇവിടം വരെ ഫുൾ ഡയലോഗ് ഒറ്റ സിംഗ് സൗണ്ട്. പക്ഷെ രസമുണ്ട് കേട്ടത്. എന്നോട് ബാലാജി എപ്പോഴും പറയുമായിരുന്നു, നടൻ ബാലാജി ഇല്ലേ, അവനും ഞാനും കൂടെ മൗനരക അവനിപ്പോ കുറെ നാളായിട്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവൻ എന്നോട് പറയും നിങ്ങൾ ഈ പ്രോംപ്റ്റിങ്. അപ്പൊ അവൻ അവിടെ പ്രോംപ്റ്റിങ് സമ്മതിക്കില്ല. അവൻ പറയണത് സിനിമ ചെയ്യുമ്പോ എന്തായാലും ഞാൻ പ്രോംപ്റ്റിങ് എടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിലും അവൻ ഫുള്ളിരുന്ന് അവന്റെ ഡയലോഗ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഞാൻ പറയും എന്ത് കാര്യം എനിക്കൊക്കെ ഇനി അവിടെ പടം വരാനായിട്ട്. ഞാൻ പറയുന്നത് എനിക്ക് പടം ഞാൻ എന്തിനാണ് വെറുതെ അതിനോട് കഷ്ടപ്പെടുന്നത്, ഞാൻ പ്രോംപ്റ്റിങ് തന്നെ കേട്ട് പറയുന്നു പറയും. നിങ്ങൾ ഇത് പക്ഷെ ഇത് ശീലിക്കണ്ട, നിങ്ങൾക്ക് കഴിവുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയണത്, വേറെ ആരോടും ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറയും അവൻ. ഞാൻ പറയും നിങ്ങളൊക്കെ ഒരു ഇതുള്ളതല്ല. ഞാനൊക്കെ നായികയായിരിക്കുമ്പോ തുടങ്ങി അവൻ എത്രയോ ചെറിയ കഥാപാത്രങ്ങൾ എന്റെ കൂടെയൊക്കെ വന്നു. പക്ഷെ ഇപ്പൊ അവൻ നല്ല സിനിമയില് നല്ല നല്ല ഇഷ്ടം പോലെ കഥാപാത്രങ്ങൾ, അതും സീരിയലിനും വന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഒന്നും പറയാനൊന്നും പറ്റില്ല, നമ്മുടെ സമയമാണ് ടൈമാണ്. അപ്പൊ അവൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ഇത് പഠിക്കട്ടെ നിങ്ങൾ ആ ഈ പ്രോംപ്റ്റിങ്ങിൽ കേട്ട് നിങ്ങൾ പറയാൻ നിൽക്കല്ലേ, നിങ്ങൾ പഠിച്ച് പറയാൻ അതിൻ്റെ ഒരു സുഖം വേറെയാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ എനിക്ക് തോന്നി ശരിയാണ്, നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഡയലോഗ്സ് നമ്മളൊന്ന് പഠിച്ചു പറഞ്ഞാലേ അത് പറയുമ്പോൾ വേറൊരു ലെവലിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്കൊരു വേറെ ഒന്നും കേൾക്കുന്നില്ലല്ലോ, നമുക്ക് ആ ഓരോന്ന് ആലോചിച്ചാ ഇതിനി ഇങ്ങനെ പറയാം. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഇത് അത് നമുക്ക് വേറൊരു അങ്ങനെ പരത്തര പറ്റുന്ന പറഞ്ഞാലേ ഈ കേൾക്കണേന്റെ പലർക്കും പറ്റുന്ന ഒരു സംഭവം എന്ന് പറയാമോ, ഒരേ ഇവര് പറയുന്ന ടോണിലായി പോവും. അത് അത്ര എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾ എന്ത് കേട്ടാലും എനിക്ക് എന്റെ മോഡുലേഷൻ പറയണമെങ്കിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ്. പുതിയ വരുന്ന കുട്ടികൾക്കൊന്നും അത്ര ചിലപ്പോ അതങ്ങനെ അവരെന്ന് വെച്ചാൽ അത് പറയണത് ഇങ്ങനെ പറ. പിന്നെ ഡബിങ് ആർട്ടിസ്റ്റ് പോയിട്ട് പിന്നെയും കുറച്ചൊക്കെ ബുദ്ധിമുട്ടി അവരുടെ രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഒപ്പിക്കുന്നതായിരിക്കാം. അങ്ങനെ
അങ്ങനെ ആയി പോവും. ഞാൻ പിന്നെ എനിക്ക് പറയുമ്പോ പറയും, മോനെ നീ എനിക്ക് എക്സ്പ്രഷൻ ഇടരുത്, നീ എനിക്ക് വെറുതെ ഡയലോഗ് പറയാം, എനിക്ക് ഞാനായിട്ട് ഞാൻ ഇട്ടോളാം പറഞ്ഞോളാം. modulation. എന്റെ വേറെ രീതിയിൽ പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് കൺഫ്യൂഷൻ. അവരിങ്ങനെ ഭയങ്കര അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ഫീൽ ഇട്ടൊക്കെ പറയും. ഞാൻ പറയും, വേണ്ട മോനെ എനിക്ക് അങ്ങനെ പറയണ്ട, നീ വെറുതെ പ്ലെയിൻ ആയിട്ട് പറഞ്ഞാൽ മതി, ഞാൻ എന്റെ രീതിയിൽ എടുത്ത് പറഞ്ഞോളാം എന്ന് പറയും. ഇതൊക്കെ സംഭവിക്കുന്നതാണ് ആക്ച്വലി. പിന്നെ അതുപോലെ എല്ലാവർക്കും പറ്റില്ല. പുതിയ കുട്ടികൾക്കൊക്കെ വന്നിട്ട് അങ്ങനെയൊന്നുള്ള അവർക്കല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എപ്പോഴും പുതിയ തലമുറയാണെങ്കിലും ഇതിനി ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്താൽ നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ പറ്റി. പ്രോംപ്റ്റിങ്ങിനെ അങ്ങോട്ട് മാറ്റിയിട്ട് പഠിപ്പിന്റെ അത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. സീരിയലിൽ എവിടെ സമയം ഈ പഠിക്കാന്ന് വെച്ചാൽ നല്ല റിഹേഴ്സൽ വേണേ. സിങ് സൗണ്ടിലാണെങ്കിൽ ഇപ്പൊ സിങ് സൗണ്ട് ചെയ്തു ഞങ്ങൾ ഒരു സീരിയൽ, അതിലെന്ത് രസമായിരുന്നു. എല്ലാരും കൂടി ഇരുന്നിട്ട് ആദ്യം ഒരു പ്രാവശ്യം പറഞ്ഞു നോക്കും, 2 പ്രാവശ്യം, പിന്നെ ഒറ്റയടിക്ക് അങ്ങോട്ട് അടിബിൽ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. സീല് അലുവയും മത്തിക്കറി, അത് സിങ് സൗണ്ട് ആയിരുന്നു. അപ്പൊ എന്ത് രസമായിരുന്നു ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ അവിടുന്ന് അറിഞ്ഞു വെച്ചാൽ മതി, പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചെയ്യാം. അതെ, അത് വലിയൊരു കാര്യം. അപ്പൊ ഞാനപ്പോ അവൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. നമ്മളത് പഠിച്ചു വെച്ചാൽ നമ്മുടെ ഇങ്ങനത്തെ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിപ്പോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ചേച്ചി. അതും അല്ല, ഇത്രയും ഓരോ കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയല്ലോ, തന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷത്തെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടും ഈ പറഞ്ഞ നല്ലൊരു ശ്രദ്ധേയമായിട്ട് ആളുകൾ തിരിച്ചറിയുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി എന്നുള്ള വലിയൊരു വിജയം. അതിൽ നമ്മൾ അറിയപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു വിജയം തന്നെയാണ്. അത് പിന്നെ ചേച്ചിക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ ഇതേ ബാലൻ പോലെ തന്നെ ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ ചെയ്യാൻ സാധിക്കട്ടെ, സീരിയലിലും നല്ല എല്ലാവർക്കും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു താരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി ചേച്ചി. താങ്ക് യു ഡിയർ.